തായ്ലൻഡിലെ ഐക്കോണിക് ബിൽഡിംഗാണ് വാറ്റരുൺ ടെമ്പിൾ. നമ്മൾ തായ്ലൻഡിനെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആദ്യം കാണുന്നത് വാറ്റരുൺ ടെമ്പിളാണ്. വാറ്റരുൺ ടെമ്പിളിലെ കാഴ്ചകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ചാവോ പ്രായ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നദീതീരത്താണ് വാറ്റരുൺ ടെമ്പിൾ. ബോട്ടിൽ കയറിയാണ് നമ്മൾ ഇക്കരെ നിന്നും വാറ്റരുൺ ടെമ്പിളിലേക്ക് പോകേണ്ടത്. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. പകൽ സമയത്ത് നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ ഏതാണ്ട് 4 മണിക്ക് ശേഷമാണ് വാറ്റരുൺ ടെമ്പിൾ കാണാൻ പോയത്. ബോട്ട് യാത്രയ്ക്ക് ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കണം. 4 തായ് ബാത്താണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. ഒരു ബോട്ട് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വേഗം ബോട്ടിംഗ് പിയറിലേക്ക് നടന്നു. ബോട്ടിൽ നല്ല തിരക്കാണ്. ഡ്രൈവർക്കായി പ്രത്യേകം ക്യാബിനോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല. ബോട്ടിലിരുന്ന് നമുക്ക് ചാവോ പ്രായ നദിയിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കാണാം. 17-ാം നൂറ്റാണ്ടിൽ തസ്കിൻ എന്ന രാജാവാണ് വാറ്റരുൺ ടെമ്പിൾ നിർമ്മിച്ചത്. തായ് ഭാഷയിൽ വാറ്റ് എന്നാൽ ക്ഷേത്രം എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് തായ്ലൻഡിലെ ക്ഷേത്രങ്ങളുടെയൊക്കെ പേര് വാറ്റ് എന്ന് തുടങ്ങുന്നത്. 82 മീറ്റർ ഉയരമുള്ള ഒരു വലിയ പഗോഡ മധ്യഭാഗത്തും അതിനു ചുറ്റിലുമായി 4 ചെറിയ പഗോഡകളും. ഇങ്ങനെയാണ് വാറ്റരുൺ ടെമ്പിളിൻ്റെ രൂപകൽപ്പന. 5 മിനിറ്റ് സമയം കൊണ്ട് ബോട്ട് മറുകരയിലെത്തി. ആളുകളൊക്കെ ബോട്ടിംഗ് പിയറിലേക്ക് ഇറങ്ങി തുടങ്ങി. വാറ്റരുൺ ടെമ്പിളിലെ സന്ദർശകർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ബോട്ടിംഗ് പിയർ. ബോട്ടിംഗ് പിയറിൽ നിന്നും വെളിയിലേക്കുള്ള ഗേറ്റ് ഇറങ്ങിയാൽ നേരെ പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. അവിടെയും നല്ല തിരക്കുണ്ട്. 200 തായ് ബാത്താണ് ഒരാൾക്കുള്ള പ്രവേശനം. ഇന്ത്യൻ റുപ്പീസിൽ 500 രൂപയിൽ കൂടുതലുണ്ട്. ദിവസേന ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തുന്നത്. അങ്ങനെ ഈ പുരാതന ക്ഷേത്രത്തിലെ ടൂറിസത്തിലൂടെ ഒരു ദിവസം തന്നെ തായ്ലൻഡിലെ ലക്ഷക്കണക്കിന് രൂപയാണ് വരുമാനമായി കിട്ടുന്നത്. തായ് സ്വദേശികൾക്ക് ഇവിടെ പ്രവേശനം സൗജന്യമാണ്. ചൈനീസ് ഭടന്മാരുടെ 2 വലിയ പ്രതിമകൾ പ്രവേശന കവാടത്തിൻ്റെ ഇരുവശങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മറ്റൊരു പടിപ്പുര കൂടി കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ കോമ്പൗണ്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ധ്യാന കേന്ദ്രത്തിലാണ് എത്തുന്നത്. ചുറ്റുമതിലിനോട് ചേർന്ന് നിരവധി ബുദ്ധ സന്യാസിമാരുടെ പ്രതിമകൾ വച്ചിരിക്കുന്നത് കാണാം. കൂടുതലും പട്ടുകൊണ്ട് മൂടിയിരിക്കുന്നു. നിരവധി ചൈനീസ് പടയാളികളുടെ പ്രതിമകളും ഇവിടെ കാണാം. തായ്ലൻഡിലെ പോലീസുകാരും അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. പ്രാർത്ഥനാ ഹാളിനുള്ളിലെ ബുദ്ധപ്രതിമ പുറത്തുനിന്ന് നോക്കിയാൽ കാണാം. ഇവിടെ സ്വർണ്ണ നിറത്തിൽ കാണുന്നതൊക്കെ സ്വർണം കൊണ്ടുണ്ടാക്കിയതോ അല്ലെങ്കിൽ സ്വർണം പൂശിയതോ ആണ്. വാറ്റരുൺ ടെമ്പിളിൻ്റെ ഭാഗമായ ഈ നിർമ്മിതികളൊക്കെ രാമ 2-ാമൻ രാജാവിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ്. തായ് സ്വദേശികളായ നിരവധി സ്ത്രീകൾ അവരുടെ പരമ്പരാഗത വേഷമണിഞ്ഞ് ഇവിടെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് കാണാം. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ചാവോ പ്രായ നദിയിലെ ബോട്ടിൽ നിന്ന് നമ്മൾ കണ്ട വാറ്റരുൺ ടെമ്പിളിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ വാറ്റരുൺ ടെമ്പിളിൻ്റെ ഉയരമുള്ള ഭാഗത്തെ കൊത്തുപണികളൊക്കെ കാണാം. ഹിന്ദു ദൈവമായ ഇന്ദ്രൻ്റെ പ്രതിമയാണ് 3 തലയുള്ള ഐരാവതത്തിൻ്റെ മുകളിലായി ഇവിടെ കാണുന്നത്. വലിയ പഗോഡയുടെ ഏറ്റവും മുകളിലായി സ്ഥാപിച്ചിരിക്കുന്നത് തായ് രാജാവിൻ്റെ കിരീടമാണ്. രാമ 3-ാമൻ രാജാവാണ് ഈ കിരീടം ഇവിടെ സ്ഥാപിച്ചത്. ഈ കാണുന്ന മതിലിനുള്ളിലാണ് ആ പുരാതന നിർമ്മിതി. വാറ്റ് അരുൺ എന്നാൽ പ്രഭാതത്തിൻ്റെ ക്ഷേത്രം എന്നാണ് അർത്ഥം. ഹിന്ദു ദൈവമായ സൂര്യൻ്റെ തേരാളിയാണ് അരുണ. തായ്, ഇന്ത്യൻ, ചൈനീസ് സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്ന വാസ്തുശില്പ രീതിയാണ് ഇവിടെയുള്ളത്. പല തട്ടുകളായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന. മുകളിലേക്ക് കയറാനുള്ള പടവുകൾ എല്ലാ വശത്തു നിന്നും കൊടുത്തിട്ടുണ്ട്. ധാരാളം ബുദ്ധ സന്യാസിമാരെയും അവിടെ കാണാം. പടവുകൾ കയറി 1-ാമത്തെ പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് വിവിധ രാജ്യക്കാരായ സന്ദർശകരുടെ നല്ല തിരക്ക്. അവിടെ കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം മുകളിലേക്കുള്ള പടവുകൾ കയറി. ഇവിടെ വരെ മാത്രമേ ഇപ്പോൾ സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ. മുകളിലേക്കുള്ള വഴി അടച്ച് അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. മുൻപ് ഇവിടെ നിന്ന് മുകളിലേക്കും സന്ദർശകരെ കടത്തിവിട്ടിരുന്നു. നമ്മൾ കയറി വന്ന പടിക്കെട്ടുകൾ കുത്തനെയുള്ളതാണ്. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സൂക്ഷിക്കണം. നമ്മളിപ്പോൾ നിൽക്കുന്ന വലിയ പഗോഡയ്ക്ക് ചുറ്റുമുള്ള 4 ചെറിയ പഗോഡകളിൽ ഒന്നാണ് ഈ കാണുന്നത്. ഇവിടെയുള്ള ഇടുങ്ങിയ വഴിയിൽ കൂടി പഗോഡയ്ക്ക് ചുറ്റും നടക്കാം. വിവിധ പോസുകളിൽ ഫോട്ടോ എടുക്കുന്നവരുടെ തിരക്കാണ് ഇവിടെയെല്ലാം. ഇവിടെ നിന്ന് നോക്കിയാൽ ചാവോ പ്രായ നദിയും അതിലൂടെ കടന്നു പോകുന്ന ക്രൂയിസ് ബോട്ടുകളുമൊക്കെ കാണാം. ഗ്രാൻഡ് പാലസും വാറ്റ് ഫോ ടെമ്പിളും മറുകരയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.